കേരളത്തിൽ CPM ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഒരു കാലത്ത് അതിൻ്റെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ട് ചേരികളായി തിരിഞ്ഞ് വലിയ പോരാട്ടം നടത്തിയ CPMൻ്റെ ആ ചരിത്രകാലത്തിൽ അതിൻ്റെ രണ്ടിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന രണ്ട് വ്യക്തികളെ നമുക്കറിയാം. ഒന്ന് VS അച്യുതാനന്ദനും മറ്റൊന്ന് പിണറായി വിജയനും. അവരിരുവരും പാർട്ടിയെ രണ്ട് ചേരികളായി തിരിച്ച് ആ ചേരികളുടെ പോരാട്ടങ്ങളായി CPMൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും വരെ മാറിയ കാലം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അന്ന് അതിനെ ചാർത്തിക്കൊടുത്തത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഭിന്നതകൾ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഭിന്നതകളെക്കാളുപരി വ്യക്തിപരമായിട്ടുള്ള വിഭിന്നതകളായിരുന്നു അതിൻ്റെ അടിത്തറ എന്ന് പിന്നീട് കാലം തെളിയിച്ചതാണ്. ഇപ്പോഴും കേരളത്തിൽ പലയിടത്തും CPMനകത്ത് വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പ്രാദേശികമായ തലത്തിൽ മാത്രം നിൽക്കുന്ന വിഭാഗീയതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഇടങ്ങളിലും അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സഖാക്കളുടെ ശരിയല്ലാത്തതായിട്ടുള്ള പ്രവർത്തനത്തിന് എതിരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായ പ്രവർത്തനമായിട്ട് നടത്തുന്നുണ്ടാവും, അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ലോബികളുടെ പ്രവർത്തന ഫലമായിട്ട് CPMനകത്ത് ഇപ്പോഴും വിഭാഗീയത പലയിടങ്ങളിലും പ്രാദേശികമായ തലത്തിൽ ശക്തമാണ്. അങ്ങനെ ശക്തമായ പ്രായോഗികതയുടെ ചില കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ വളരെ ശക്തമായിട്ട് അത് രൂപപ്പെട്ടു വരികയും കൊഴിഞ്ഞമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് CPM വിമത സംഘടന പോലും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങളുടെ ഏകോപിതമായ രൂപത്തിലൂടെ ഒരു വിമത പാർട്ടി തന്നെ വന്നാൽ അത് വളരെ അപകടകരമാണ് തിരഞ്ഞെടുപ്പിൽ എന്ന് കണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്ക് നേതൃത്വം ഇറങ്ങിത്തിരിച്ചു എന്നാണ് കൊഴിഞ്ഞമ്പാറയിൽ നിന്ന് വരുന്ന വാർത്ത നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിമത പാർട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്ന പ്രമുഖ നേതാക്കളെ പാർട്ടി സമീപിക്കുകയും അവരുമായിട്ട് സംവാദം നടത്തുകയും അല്ലെങ്കിൽ ചർച്ച നടത്തുകയും അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയും ചെയ്തു. അതിൽ പാർട്ടി വിജയിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയാനന്ദ് എന്ന് പറയുന്ന വിമത നേതൃത്വത്തെ, ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും വിമത പാർട്ടി രൂപീകരണം എന്ന് പറയുന്നതിന് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുമായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് അതിനെ നമുക്ക് രക്ഷാപ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുള്ളൂ. പയ്യന്നൂരിലെ കലാപം, അവിടെയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ പ്രതീകമായി മാറിയതാണ്. ഈ ഇടങ്ങളിലൊക്കെ പാർട്ടി നേതൃത്വം സാധാരണക്കാരായിട്ടുള്ള സഹാക്കളിലേക്കും നേതാക്കളിലേക്കും ഇറങ്ങിത്തിരിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അവരെ തിരുത്തുക,